ടീച്ചർ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സ്റ്റഡീസ് ആണ് കേട്ടോ. അതിലെ 10th ചാപ്റ്ററായ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതിന്റെ ബാക്കി ഭാഗമാണ് എടുക്കുന്നത് കേട്ടോ. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ബാക്കി ഭാഗമാണ് എടുക്കുന്നത്. കാണാത്തവര് ബാക്കി അതിന് മുന്നേ ഉള്ളത് കാണാത്തവര് കാണുക കേട്ടോ. അത് അടുത്ത് നോക്ക്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെ, എന്താണ് മൗലിക കർത്തവ്യങ്ങൾ. ദ കോൺസ്റ്റിറ്റ്യൂഷൻ നോട്ട് ഓൺലി ഗ്യാരണ്ടീസ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ബട്ട് ഓൾസോ സ്റ്റേറ്റ്സ് ദ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഓഫ് എവറി സിറ്റിസൺ. എന്താ ഇവിടെ പറയുന്നത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണ് ഒരു സിറ്റിസന്റെ, ഒരു പൗരന്റെ, സിറ്റിസൺ പൗരൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന ഒരാള് അല്ലെ, അതാണ് പൗരൻ അല്ലെങ്കിൽ സിറ്റിസൺ എന്ന് പറയുന്നത്. ഏത് രാജ്യത്ത് എന്താണ് താമസിക്കുന്ന, ഈ രാജ്യത്ത് ഉള്ള ഒരാളെയാണ് എന്ത് പൗരൻ അല്ലെങ്കിൽ സിറ്റിസൺ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പല സിറ്റിസന്റെ അവകാശങ്ങൾ ഉറപ്പ് നൽകിയിട്ടുള്ളത് പോലെ ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും എന്താണ് പ്രതിപാദിച്ചിട്ടുണ്ട് അല്ലെ. എന്താണ് പറയുന്നത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണ് ഈ ഫണ്ടമെന്റൽ, അതായത് സിറ്റിസന്റെ അവകാശങ്ങൾ, അതായത് സിറ്റിസന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉറപ്പ് നൽകിയിട്ടുള്ളത് പോലെ എന്താണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ഉണ്ട് അല്ലെ. അപ്പൊ നോക്കാം. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് ഈച്ച് ആൻഡ് എവറി സിറ്റിസൺ ടുവാർഡ്സ് എ നേഷൻ ആൻഡ് ഹാവ് ടു ബി performed compulsorily. The fundamental duties insist that citizens should respect the constitution and government institutions, protect the environment and preserve the great Indian cultural heritage. The society will progress smoothly only when every citizen performs his duties while enjoying his rights. The rights and duties are like the two sides of a coin. The rights cannot exist without the duties. The fundamental duties are included in your textbook. Analyze them and prepare a note. എന്താണ്? ഓരോ സിറ്റിസനും ഓരോ പൗരനും ഉറപ്പായി നിറവേറ്റേണ്ട ഡ്യൂട്ടീസ് ആണ് എന്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന പേരിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഭരണ സംവിധാനങ്ങളെയും ആദരിക്കാനും, കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെയും പിന്നെ അതുപോലെ ഭരണ സ്ഥാപനങ്ങളെയും ആദരിക്കാനും പ്രകൃതിയെ സംരക്ഷിക്കാനും ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പാരമ്പര്യം കാത്തു സൂക്ഷിക്കാനും ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പൗരന്മാരെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഓരോ സിറ്റിസണിനും അവകാശങ്ങൾ അനുഭവിക്കുന്നതിനോടൊപ്പം എന്താണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് അനുഭവിക്കുന്നതോടൊപ്പം എന്താണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നിർവഹിക്കുകയും ചെയ്യുമ്പോഴാണ് സമൂഹം സുഗമമായി മുന്നോട്ട് നീങ്ങുന്നത്. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സും ഡ്യൂട്ടീസും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെയാണ് അല്ലെ. എന്താണ് ഒരു കോയിൻസ്, ആ കോയിൻസിന്റെ രണ്ട് ഭാഗം എന്താണ്? ആ രണ്ട് ഭാഗം പോലെ, ഒന്നിൽ ഡ്യൂട്ടീസും ഒന്നിൽ എന്താണ് റൈറ്റ്സും ആണ് അല്ലെ. ഫണ്ടമെന്റൽ റൈറ്റ്സും ഒന്നിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ആണ് അല്ലെ. കടമകൾ കൂടാതെ എന്താ അവകാശങ്ങൾക്ക് എന്താ നിലനിൽപ്പില്ല അല്ലെ. ദ റൈറ്റ്സ് കനോട്ട് എക്സിസ്റ്റ് വിതൗട്ട് ഡ്യൂട്ടീസ്. ഡ്യൂട്ടീസ് ഇല്ലാതെ എന്താണ് റൈറ്റ്സ് നിലനിൽക്കില്ല അല്ലെ. ഓക്കെ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അതിന്റെ പൂർണ്ണ രൂപത്തിൽ നിങ്ങളുടെ വിവിധ പാഠപുസ്തകങ്ങളിൽ നൽകിയിട്ടുണ്ട്. അവ കണ്ടെത്തി നിങ്ങൾ എന്താക്കുക? അനലൈസ് ചെയ്യുക, എന്നിട്ട് എന്താക്കുക? നോട്ട് തയ്യാറാക്കുക. അടുത്ത് നോക്കിയേ, ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്താണ്? നിർദ്ദേശക തത്വങ്ങൾ. ഓക്കെ. ദെൻ ലുക്ക് അറ്റ് ദ ന്യൂസ് കൊളാഷ് ബിലോ. എന്താണ് താഴെ കൊടുത്തിരിക്കുന്ന വാർത്താ കൊളാഷ് ശ്രദ്ധിക്കാന്. ഈക്വൽ പേ ഫോർ മെൻ ആൻഡ് വുമൺ അണ്ടർ ദ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം. എന്താണ്? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യവേതനം. സെപ്പറേറ്റ് നാഷണൽ പാർക്ക് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് താഴ്സ്. വരയാടുകളെ സംരക്ഷിക്കാൻ പ്രത്യേക ദേശീയോദ്യാനം അല്ലെ. ഫ്രീ മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ ദ സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് പീപ്പിൾ. എന്താണ്? സാമ്പത്തിക സാമൂഹിക പിന്നോക്കക്കാരായവർക്ക് സൗജന്യ മെഡിക്കൽ ഇൻഷുറൻസ് നടപ്പാക്കുന്നു. ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ്സ് അണ്ടർടേക്സ് ദ പ്രിസർവേഷൻ ഓഫ് ഏൻഷ്യന്റ് ഫുഡ്സ്. എന്താണ്? ഈ പുരാതന കോട്ടകളുടെ സംരക്ഷണം പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തു. ലെറ്റ് us find out the directive principles reflected in these news headlines. ഈ വാർത്താ കൊളാഷ് വിശകലനം ചെയ്താൽ കണ്ടെത്താവുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഈക്വൽ വേജസ് ഫോർ നോക്കാം. പ്രൊവിഷൻ ഫോർ അല്ലെ. എന്തൊക്കെയാ? ഈക്വൽ വേജസ് ഫോർ ഈക്വൽ വർക്ക് ഫോർ ഓൾ ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ. എന്താണ്? സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം അനുവദിക്കുക.
പ്രൊട്ടക്ഷൻ ഓഫ് ദ എൻവയോൺമെന്റ് ബൈ കൺസേർവിംഗ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. എന്താണ്? രാജ്യത്തെ വനങ്ങളെയും വന്യജീവികളെയും പരിരക്ഷിച്ചുകൊണ്ട് പരിസ്ഥിതി സംരക്ഷിക്കുക. കൺസർവേഷൻ ഓഫ് ഓൾ മോണ്യുമെന്റ്സ് ഓഫ് നാഷണൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ്. എന്താണ്? ദേശീയ പ്രാധാന്യവും ചരിത്രപരവുമായ മൂല്യവുമുള്ള എല്ലാ മോണ്യുമെന്റ്സും സ്മാരകങ്ങളും സംരക്ഷിക്കുക. Okay, welfare of citizens by building up a system based on economic, social and political justice. സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ നീതിയിൽ അധിഷ്ഠിതമായ ഒരു വ്യവസ്ഥിതി കെട്ടിപ്പടുത്തുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക. Okay, some principles are laid down in our constitution as directions for the policy makers and rulers to ensure social justice. They are known as the directive principles of the state policy. Some of the directive principles included in the constitution are mentioned above. എന്താണ്? നമ്മുടെ സാമൂഹ്യ നീതി, എന്താണ്? സോഷ്യൽ ജസ്റ്റിസ് ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടം തത്വങ്ങൾ എന്താണ്? രാഷ്ട്രഭരണത്തിനുള്ള നിർദ്ദേശങ്ങളായി നമ്മുടെ ഭരണഘടനയിൽ, കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവയാണ് എന്താണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെ. ഭരണഘടനയിൽ, അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏതാനും ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏതാനും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസികളാണ് ഈ മുകളിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, the directive principles should be followed for the welfare of the people and the development of the state. While framing laws and policies, governments are trying to implement them. You have seen that a person can approach the judiciary if his or her fundamental rights are violated, but one cannot approach the court to enforce the directive principles. They are put into practice through the willpower of the government and the people. എന്താണ്? ജനങ്ങളുടെ ക്ഷേമത്തിനും അഭിവൃദ്ധിക്കും രാഷ്ട്ര പുരോഗതിക്കും ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പിന്തുടരേണ്ടതുണ്ട്. നിയമനിർമ്മാണ പ്രക്രിയയിലൂടെ ഗവൺമെന്റ് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഹനിക്കപ്പെട്ടാൽ കോടതിയെ സമീപിച്ച് പരിഹാരം തേടാമെന്ന് നേരത്തെ സൂചിപ്പിച്ചുവല്ലോ അല്ലെ. എന്നാൽ ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് നടപ്പാക്കുന്നതിനായി കോടതിയെ സമീപിക്കാനാവില്ല. ഗവൺമെന്റിന്റെയും ജനങ്ങളുടെയും ഇച്ഛാശക്തിയുടെ അടിസ്ഥാനത്തിലാണ് ഇവ നടപ്പാക്കപ്പെടുന്നത്. ഓക്കെ, ഹൗ ഫാർ ആർ ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് യൂസ്ഫുൾ ഇൻ എൻഷ്യൂർ ദ വെൽഫെയർ ഓഫ് ഇന്ത്യൻസ്? ഇന്ത്യയിലെ ജനങ്ങളുടെ ക്ഷേമവും അഭിവൃദ്ധിയും ഉറപ്പുവരുത്തുന്നതിന് എന്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എത്രത്തോളം പര്യാപ്തമാണ്, എത്രത്തോളം യൂസ്ഫുൾ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി അടുത്ത എന്താണ്? ദ റൂൾ ഓഫ് ലോ. എന്താണ്? നിയമവാഴ്ച അല്ലെ. ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ. എന്താണ്? നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ് അല്ലെ. ആണോ പെണ്ണോ ഒന്നുമില്ല അല്ലെ. എന്താണ്? ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ. നിയമത്തിന് മുന്നിൽ എന്താണ്? എല്ലാവരും തുല്യരാണ്. What does this mean? എന്താണ് ഇതിന്റെ അർത്ഥം? It means that in a democracy nobody is above the law and that all are subject to law. എന്താണ്? ഈ ഡെമോക്രസി സംവിധാനത്തിൽ ആരും നിയമനത്തിന് അതീതരല്ല അല്ലെ. എല്ലാവരും നിയമത്തിന് വിധേയരാണ് അല്ലെ. The rule of law was developed in its civilized and modern form based on the British Constitution. All modern democracies are based on this concept. Our Constitution fully imbibes this concept and implements it. എന്താണ് ഇവിടെ പറയുന്നത് നോക്കി മക്കളെ. എന്താണ്? എല്ലാവരും നിയമത്തിന് എന്താണ്? വിധേയരാണ് അല്ലെ. ഈ ഡെമോക്രസി ചിന്തയുടെ വളർച്ചയോട് കൂടിയാണ് ഈ റൂൾസ് ഓഫ് ലോ എന്ന ആശയം ഉയർന്നു വന്നത്. റൂൾസ് ഓഫ് ലോ അതിന്റെ പരിഷ്കൃതവും ആധുനികവുമായ രൂപത്തിൽ വികസിച്ചു വന്നത് ബ്രിട്ടീഷ് ഭരണഘടന, ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷന്റെ അടിസ്ഥാനമാക്കിയാണ്. എല്ലാ ആധുനിക ഡെമോക്രസി കൺട്രീസും ഇന്ന് ഈ ആശയത്തെ അടിസ്ഥാനമാക്കുന്നു. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ ആശയം പരിപൂർണമായി ഉൾക്കൊള്ളുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു. ഓൾ മോഡേൺ ഡെമോക്രസീസ് ആർ ബേസ്ഡ് ഓൺ ദിസ് കൺസെപ്റ്റ്. ഈ കോൺസെപ്റ്റിലാണ് എല്ലാ മോഡേൺ ഡെമോക്രസീസും ബേസ് ചെയ്തിരിക്കുന്നത് അല്ലെ. എന്താണ്? അടിസ്ഥാനമാക്കിയാണ് രൂപത്തിൽ വികസിച്ചു വന്നത്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഫുള്ളി ഇംബൈബ്സ് ദിസ് കൺസെപ്റ്റ് ആൻഡ് ഇംപ്ലിമെന്റ്സ് ഇറ്റ് അല്ലെ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? ഈ
ആശയം പരിപൂർണമായും ഉൾക്കൊള്ളുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു. ഓക്കെ, ദെൻ ഫെഡറൽ സിസ്റ്റം എന്താന്ന് നോക്കാം നമുക്ക്. ഫെഡറൽ സിസ്റ്റം എന്താ? സംയുക്ത ഭരണ വ്യവസ്ഥ എന്ന് പറയില്ല. ലുക്ക് അറ്റ് ദ ന്യൂസ് ബിലോ. താഴെ കുത്തുന്നിരിക്കുന്ന ന്യൂസ് നോക്കാനാ പറഞ്ഞിരിക്കുന്നത്. ഫുഡ് സെക്യൂരിറ്റി ബിൽ പാസ്ഡ്. എന്താ? ഭക്ഷ്യസുരക്ഷാ ബിൽ പാസ്സാക്കി അല്ലെ. ന്യൂഡൽഹി, ദ പാർലമെന്റ് ഹാസ് പാസ്ഡ് ദ ഫുഡ് സെക്യൂരിറ്റി ബിൽ. A guideline has been prepared to ensure the participation of the state and the local governments. അല്ലെ, ന്യൂഡൽഹി ഭക്ഷ്യസുരക്ഷാ ബിൽ പാർലമെന്റ് പാസ്സാക്കി. ഈ സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റുകളുടെയും പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളുടെയും പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുള്ള മാർഗരേഖ തയ്യാറാക്കി. ഓക്കെ, ഇതാണ് എന്ത്? ഫുഡ് ന്യൂസ് സ്കോളർഷിപ്പ് അല്ലെ. The food security bill was passed by the parliament and became an act in 2013. Its aim is to ensure the availability of food for all sections of people in India. This act is implemented with the support of the states. The state governments are trying to implement it. This the system of government in India shares power with the central, state and local governments. This is known as the federal system. Contrary to the federal system, if all the power is vested in the central government, it is known as the unitary system. India is a vast nation full of diversity. The federal system helps to maintain the unity of India amidst the such regional diversity. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? 2013 പാർലമെന്റ് അംഗീകരിച്ച് നിയമമായ ഒരു പ്രധാന ബില്ലാണ് എന്ത്? ഈ ഫുഡ് സെക്യൂരിറ്റി ബിൽ. ഓക്കെ, എന്താണ്? 2013 പാർലമെന്റ് അംഗീകരിച്ച നിയമമായ ഒരു പ്രധാന ബില്ലാണ് എന്ത്? ഫുഡ് സെക്യൂരിറ്റി ബിൽ. ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഭക്ഷ്യലഭ്യത ഉറപ്പുവരുത്തുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഇന്ത്യയിലെ എല്ലാ ആൾക്കാർക്കും എന്താണ്? ഭക്ഷണം ലഭിക്കുക എന്നുള്ളതാണ് എന്ത്? ഉറപ്പുവരുത്തുക എന്നതാണ് ഈ ഫുഡ് സെക്യൂരിറ്റി ബില്ലിന്റെ ലക്ഷ്യം. കേന്ദ്ര ഗവൺമെന്റിന്റെയും സപ്പോർട്ട് ഓഫ് ദിസ് സ്റ്റേറ്റ്, കേന്ദ്ര ഗവൺമെന്റിന്റെയും പിന്നെന്താണ്? കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ നിയമം സംസ്ഥാനങ്ങളുടെ സഹകരണത്തോടെയാണ് നടപ്പിലാക്കുന്നത്. സപ്പോർട്ട് ഓഫ് ദ സ്റ്റേറ്റ്സ് അല്ലെ. ഈ ആക്ട് എന്താണ്? ഈ സ്റ്റേറ്റിന്റെ സപ്പോർട്ടോട് കൂടിയാണ് എന്താണ് ഈ നിയമം നടപ്പാക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റുകൾ, സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ഇത് നടപ്പാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കേന്ദ്ര, സംസ്ഥാന, പ്രാദേശിക ഗവൺമെന്റുകൾക്ക് അധികാരം പങ്കിട്ട് നൽകുന്ന ഒരു ഭരണ രീതിയാണ് ഇന്ത്യയിലുള്ളത്. ഓക്കെ, എന്താ പറഞ്ഞത്? ഈ കേന്ദ്ര, സംസ്ഥാന, പ്രാദേശിക ഗവൺമെന്റുകൾക്ക് അധികാരം പങ്കിട്ട് നൽകുന്ന ഒരു ഭരണ രീതിയാണ് ഇന്ത്യയിലുള്ളത്. ഇത് സംയുക്ത ഭരണ, അതായത് ഫെഡറൽ സിസ്റ്റം വ്യവസ്ഥയില് എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. ഇതെന്താണ്? സെൻട്രൽ ഗവൺമെന്റ് അല്ലെ. ഇറ്റ് ഈസ് നോൺ ആസ് ദ യൂണിറ്ററി സിസ്റ്റം എന്നാണ് അറിയപ്പെടുന്നത്. സംയുക്ത വ്യവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായ എല്ലാ അധികാരവും കേന്ദ്ര ഗവൺമെന്റിൽ നിലനിർത്തുകയാണെങ്കിൽ അതിനെ യൂണിറ്ററി സിസ്റ്റം എന്ന് പറയുന്നു. എന്താണ്? ഈ ഫെഡറൽ സിസ്റ്റത്തിന്റെ എല്ലാ അധികാരവും കേന്ദ്ര ഗവൺമെന്റിൽ നിലനിർത്തുകയാണെങ്കിൽ അതിനെ എന്താണ്? യൂണിറ്ററി സിസ്റ്റം എന്ന് പറയുന്നു. വിസ്തൃതവും പ്രാദേശിക വൈവിധ്യം നിറഞ്ഞതുമായ ഒരു രാജ്യമാണ് ഇന്ത്യ. ഈ വൈവിധ്യത്തെ ഉൾക്കൊണ്ട് രാജ്യത്തെ ഒന്നിച്ചു നിർത്താൻ ഈ ഫെഡറൽ ഭരണ സംവിധാനം സഹായിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇനി അടുത്ത എന്താണ്? റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ്? എഴുതപ്പെട്ട ഭരണഘടന അല്ലെ. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ അത് നമുക്ക് എന്താണ് അടുത്ത വീഡിയോയിൽ ടീച്ചർ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നിങ്ങൾ എന്താക്കുക? നന്നായി മനസ്സിലാക്കുക കേട്ടോ, പഠിക്കുക കേട്ടോ. താങ്ക് യു.